നമസ്കാരം. ഇന്ത്യൻ സ്ത്രീകൾ ലൈംഗികതയിൽ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു കാര്യമുണ്ട്. അവർ ഒരു പരപുരുഷനുമായി ബന്ധപ്പെട്ടാൽ, ലൈംഗിക വീഴ്ച ഏർപ്പെട്ടാൽ അത് സമ്മതിക്കും. പക്ഷെ ഒരിക്കലും സമ്മതിക്കാത്ത ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാം? മാസ്റ്റർബേഷൻ, അതായത് സ്വയംഭോഗം. ഭൂരിപക്ഷം സ്ത്രീകളും സമ്മതിക്കത്തില്ല. എന്നാൽ 100% സ്ത്രീകളും ചെയ്യുന്ന കാര്യമാണ്. ഭൂരിപക്ഷം സ്ത്രീകളും അതെന്താണ് അങ്ങനെ സംഭവം എനിക്കറിയത്തേയില്ല, ഞാനിതുവരെ ചെയ്തിട്ടില്ല എന്നാണ് സ്ത്രീകൾ പറയാറുള്ളത്. സ്വയംഭോഗം ചെയ്യുന്നത് സ്ത്രീകൾ സമ്മതിക്കാതിരിക്കാൻ ഒരു കാരണമുണ്ട്. സമൂഹത്തിൽ അതൊരു മോശവും പാപവുമായി പണ്ട് മുതലേ കണക്കാക്കപ്പെടുന്നു. അതൊരു ശരിയായിട്ടുള്ള നടപടിയല്ല എന്ന് കണക്കാക്കപ്പെടുന്നു. എന്നാൽ ഈ സ്വയംഭോഗം എന്നത് നമ്മുടെ ലൈംഗിക സന്തുലിതാവസ്ഥയെ നിലനിർത്തുന്നതാണ്. കാരണം എപ്പോഴും എതിർലിംഗ സെക്സ് അല്ലെങ്കിൽ മറ്റൊരു പങ്കാളിയുമായിട്ടുള്ള സെക്സ് സാധ്യമാകാതെ വരുമ്പോൾ നമ്മളുടെ ലൈംഗിക പിരിമുറുക്കം കുറയ്ക്കാൻ സ്വയംഭോഗം വളരെ നല്ലതാണ്. അതൊരു താൽക്കാലിക ആശ്വാസമാണ്. പക്ഷേ എന്തുകൊണ്ടോ സ്വയംഭോഗം ഒരു തെറ്റായും, ഒരു മോശമായും, ഒരു നാണക്കേടായും, ഒരു ചെയ്തുകൂടാത്ത സംഗതിയായും സ്ത്രീകൾ കണക്കാക്കപ്പെടുന്നു. അത് സ്വന്തം ഇണയോട് പോലും തുറന്ന് സമ്മതിക്കാൻ വിമുഖത കാണിക്കുന്നു. കാരണം അവരെന്ത് വിചാരിക്കും, അവർ എനിക്ക് വലിയ കാമമുള്ളവളാണെന്ന് ധരിക്കുമോ എന്നൊക്കെയുള്ള ധാരണ സ്ത്രീകളിലുണ്ട്. ഒരു തെറ്റായ ധാരണയാണ്. ഇന്ത്യൻ സ്ത്രീകളേ ഉള്ളൂ, പാശ്ചാത്യരൊന്നും അങ്ങനെയൊന്നുമല്ല. അവരെല്ലാം തുറന്ന് സമ്മതിക്കുന്നവരാണ്. ഇതിൽ മൂടി വെക്കേണ്ടതായിട്ടൊന്നുമില്ല. ഇതെല്ലാം ജൈവ പ്രക്രിയയാണ്. ഇതെല്ലാം ജീവികൾക്കുള്ള സംഗതിയാണ്. ഇതെല്ലാം മനുഷ്യപരമാണ്. അതിനപ്പുറം ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. എന്നാൽ പുരുഷന്മാരുടെ സ്ഥിതി നേരെ തിരിച്ചാണ്. അവർ ഒരു സ്ത്രീ ഗമനം സമ്മതിച്ചില്ലെങ്കിൽ പോലും മാസ്റ്റർബേഷൻ, സ്വയംഭോഗം സമ്മതിക്കും. അത് മാത്രമേ ഉള്ള ആശ്രയം എന്ന് അവർ പറയും. അതാണ് സ്ത്രീയും പുരുഷനുമായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ നമ്മുടെ സ്ത്രീകൾ ആരും സമ്മതിക്കാത്ത കാര്യമാണ് അവർ സ്വയംഭോഗം ചെയ്യും എന്നുള്ളത്. മറ്റുള്ളവരോട് സമ്മതിക്കത്തില്ല. യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ സ്വയംഭോഗം ചെയ്യാൻ തുടങ്ങുന്നത് അവിടെ ആർത്തവകാലത്തിന് തൊട്ട് മുമ്പായി തുടങ്ങും. അത് ഓട്ടോമാറ്റിക്കായി പ്രകൃതി ചെയ്യുന്നൊരു കാര്യമാണ്. ആർത്തവത്തിന് തൊട്ട് മുമ്പായിട്ട് സാധാരണഗതിയിലുള്ള ഒരു പെൺകുട്ടി ചെയ്യാറുണ്ട്. പിന്നീട് വിവാഹിതരാകുകയോ പുരുഷന്മാരുമായിട്ട് അടുക്കുകയോ അവരുമായിട്ട് ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടാനുള്ള അവസരം കിട്ടുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ചെയ്യാതിരുന്നേക്കാം. എന്നാലും ഇടയ്ക്കെങ്കിലും സ്വയംഭോഗം ചെയ്യാത്ത സ്ത്രീകൾ വളരെ വിരളമാണ്. നന്ദി, നമസ്കാരം.